നമസ്കാരം. ജിയോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആഗ്നസ്. ഞാൻ നിയ. പ്രധാന വാർത്തകൾ. വെടിയുണ്ടകൾക്ക് പോലും തടുക്കാനാകാത്ത ശബ്ദം. അന്താരാഷ്ട്ര മലയാള ദിനം ആഘോഷിച്ച് സെന്റ് ജോർജ് UPS തോട്ടയ്ക്കാട്. ചാന്ദ്രദിനം ആഘോഷമാക്കി സെന്റ് ജോർജ് UPS സ്കൂൾ. KCSL ഉദ്ഘാടനം അപസ്മരണീയമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ പ്രാർത്ഥനാപൂർവ്വം കൊണ്ടാടി സെന്റ് ജോർജ് UPS. ഡെങ്കിപ്പനി കുട്ടികൾക്ക് അവബോധം നൽകി സെന്റ് ജോർജ് UPS. 2024 അധ്യയന വർഷത്തിലെ PTA ജനറൽ ബോഡി ജൂലൈ മാസം ചേർന്നു. വാർത്തകൾ വിശദമായി. വെടിയുണ്ടകൾക്ക് പോലും തടുക്കാനാകാത്ത ശബ്ദം. അന്താരാഷ്ട്ര മലയാള ദിനം ആഘോഷിച്ചു സെന്റ് ജോർജ് UPS തോട്ടയ്ക്കാട്. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന മലാല യൂസഫ്സായിയുടെ വാക്കുകളോട് അനുഭാവം പ്രകടിപ്പിച്ച് തോട്ടയ്ക്കാട് സെന്റ് ജോർജ് UPS മലയാള ദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് മലയാളിയും കുട്ടികളും തമ്മിലുള്ള അഭിമുഖവും നടത്തപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. മലാലയുടെ മുഴുവൻ പേരെന്താണ്? മലാല യൂസഫ്സായി എന്നാണ് എൻ്റെ മുഴുവൻ പേര്. താങ്കൾ എവിടെയാണ് ജനിച്ചത്? പാകിസ്ഥാനിലെ മങ്ക് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. മലാലയിൽ ഏത് വർഷമാണ് ജനിച്ചത്? 1997 ജൂലൈ 12-നാണ് ഞാൻ ജനിച്ചത്. മലാലയ്ക്ക് എന്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്? സമാധാനത്തിനാണ് എനിക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. മലാലയ്ക്ക് നോബൽ സമ്മാനം ഏത് വർഷമാണ് ലഭിച്ചത്? 2014-നാണ് എനിക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. മലാലയ്ക്ക് ലോകം മുഴുവനുള്ള കുട്ടികൾക്ക് നൽകാനുള്ള ഏതെങ്കിലും ഒരു സന്ദേശം പറയാമോ? വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ലഭ്യമാകേണ്ടതാണ്. തന്റെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് നന്ദി മലാല. ചാന്ദ്രദിനം ആഘോഷമാക്കി സെന്റ് ജോർജ് UPS. മനുഷ്യൻ ചന്ദ്രനിൽ കാൽ കുത്തിയതിന്റെ ഓർമ്മ പുതുക്കി സെന്റ് ജോർജ് UPSൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ചാന്ദ്ര സംഗീതം, നൃത്തം, ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തൽ, നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻസ്, മൈക്കൽ കോളിൻസ് എന്നിവരുമായുള്ള സംവാദം എന്നിവ നടത്തപ്പെട്ടു. ഇതേ തുടർന്ന് കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ടുകളുടെയും റോക്കറ്റുകളുടെയും പ്രദർശനം നടത്തപ്പെട്ടു. KCSL ഉദ്ഘാടനം അവിസ്മരണീയമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായ KCSL സ്കൂൾ തല ശാഖയുടെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം കൊണ്ടാടി സെന്റ് ജോർജ് UPSലെ അധ്യാപകരും വിദ്യാർത്ഥികളും. KCSL അതിരൂപത ഡയറക്ടർ ഫാദർ ജോജോ പള്ളിച്ചിറ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം വിളക്ക് തെളിയിച്ചു. KCSL പ്രവർത്തന വർഷം ഉദ്ഘാടനം നിർവഹിക്കുകയും കുട്ടികളോട് KCSLന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ കരുണ FCC, മദർ ജോയൽ FCC തുടങ്ങിയവരും ഈ പ്രസ്തുത യോഗത്തിൽ സംസാരിച്ചു. ഇതേ തുടർന്ന് കുട്ടികളുടെ നിരവധിയായ കലാപരിപാടികളും നടത്തപ്പെട്ടു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ പ്രാർത്ഥനാപൂർവ്വം കൊണ്ടാടി സെന്റ് ജോർജ് UPS. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയും FCC അംഗവുമായിരുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സെന്റ് ജോർജ് UPS സ്കൂളിൽ പ്രാർത്ഥനാപൂർവ്വം കൊണ്ടാടി. അൽഫോൻസാമ്മയുടെ വേഷം ധരിച്ച വിദ്യാർത്ഥിനി ഈ ആഘോഷത്തിന് നിറം പകർന്നു. സിസ്റ്റർ ഷാരോൺ FCCയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവചരിത്രം ഒരു വഞ്ചിപ്പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചത് കുട്ടികൾക്ക് കൗതുകമായി. ഡെങ്കിപ്പനി കുട്ടികൾക്ക് അവബോധം നൽകി സെന്റ് ജോർജ് UPS. മഴക്കാല ശുചീകരണത്തിന്റെ പ്രാധാന്യവും ഡെങ്കിപ്പനി പ്രതിരോധവും എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് സെന്റ് ജോർജ് UPSൽ ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു. ക്ലാസുകൾക്ക് പ്രാഥമികാരോഗ്യ പ്രവർത്തകർ നേതൃത്വം നൽകി. 2024 അധ്യയന വർഷത്തിലെ PTA ജനറൽ ബോഡി ജൂലൈ മാസം ചേർന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു.
പ്രസ്തുത യോഗത്തിൽ സ്കൂൾ പ്രഥമ അധ്യാപിക സിസ്റ്റർ കരുണ FCC ഈ അധ്യയന വർഷത്തിലെ പദ്ധതികൾ അവതരിപ്പിച്ചു. തുടർന്ന് സെന്റ് ആൻഡ് സ്കൂൾ മുൻ പ്രഥമ അധ്യാപിക സിസ്റ്റർ ബ്ലെസിയ FCC കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.